സ്റ്റേഷനിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട കന്യാസ്ത്രീകളെ എത്രയും വേഗം വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പ്രതിഷേധ ധർണ ഇന്നിവിടെ നടത്തുന്നത്. ഈ കാര്യത്തെക്കുറിച്ച് സ്വാഗതം ആശംസിക്കുക എന്നുള്ള കർത്തവ്യമാണ് ഇനി നിഷിദ്ധമായതെങ്കിലും ഏതാനും ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത വിഷയം എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് ഇതിനകം പൊതുസമൂഹവും അതോടൊപ്പം തന്നെ പൊതുജനങ്ങളും മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. കാരണം അവരിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റം എന്താണ് എന്നുള്ളത് മനുഷ്യക്കടത്തും മതപരിവർത്തനവും എന്ന രണ്ട് വിഷയങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടാണ് അവരെ കയ്യാമം വെച്ച് തുറങ്കിലടച്ചിട്ടുള്ളത്. ഇന്ന് നമുക്കറിയാം, ഇന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻ കാലഘട്ടങ്ങളിൽ തന്നെ ഇന്ത്യ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ആദ്യകാല മിഷണറിമാർ ആരായിരുന്നു എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ പരിശോധിച്ചാൽ അവിടെ നമുക്ക് കാണാൻ കഴിയും ഏറ്റവും വലിയ മിഷണറിമാർ ആരായിരുന്നു എന്നുള്ളത്. ആതുര സേവന രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും എല്ലാം തന്നെ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് ഒട്ടനേകം സംഭാവനകളാണ് ക്രിസ്ത്യാനി സമൂഹം ഇവിടെ കാഴ്ചവെച്ചിട്ടുള്ളത്. BJPയെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ അജണ്ട മാത്രമേ ഉള്ളൂ. അതായത് ന്യൂനപക്ഷ മതവിഭാഗങ്ങളെ അടിച്ചമർത്തുക. മറ്റൊരു അജണ്ട എന്ന് പറയുന്നത് കോൺഗ്രസ് വിമുക്ത ഭാരതം എന്നുള്ളതാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ വ്യക്തമായ ആർട്ടിക്കിൾ 28 പറയുന്നു, ഒരു വ്യക്തിക്ക് ഏത് മതത്തിൽ വിശ്വസിക്കുന്നതിനും ആ മതത്തിൽ പറയുന്ന വേഷവിധാനം ധരിക്കുന്നതിനും മതപ്രഭാഷണം നടത്തുന്നതിനും അനുവദനീയമാണ് എന്നുള്ളത്. അതോടൊപ്പം തന്നെ മതേതരത്വ രാഷ്ട്രമായ ഇന്ത്യ, മതനിരപേക്ഷയുടെ രാജ്യമായ ഇന്ത്യ സെക്യുലറിസം മുറുകെ പിടിക്കുകയും ജനാധിപത്യത്തിൽ ഊന്നിക്കൊണ്ട് ഏറ്റവും വലിയ ഭരണഘടനയുള്ള ഈ രാജ്യത്തെ ഭരണഘടനയെ പോലും തച്ചു തകർത്തുകൊണ്ട് ഇത്തരത്തിലുള്ള കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ട് ഇന്ന് നമുക്കറിയാം മദർ തെരേസയെ പോലുള്ള മിഷണറിമാര് ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ പത്രമാധ്യമങ്ങളിൽ കണ്ടു. അറസ്റ്റിലായ കന്യാസ്ത്രീകൾ അവരുടെ തോളിലേക്ക് വിശപ്പടക്കാൻ വേണ്ടി കുട്ടികൾ വിശന്ന് വലയുമ്പോൾ ആ ഒട്ടിയ വയറിന് ആ നിലവിളി കേട്ടുകൊണ്ട് ഭക്ഷണം വാരിക്കൊടുക്കുന്ന സഹോദരിമാര്, കുഷ്ഠരോഗികളായിട്ടുള്ള ആളുകളുടെ ആ മുറിവുകള്, അഴുകിയ മുറിവുകളെ വെച്ചു കെട്ടി അവർക്ക് ആശ്വാസം പകരുന്നത്. ഈ ഛത്തീസ്ഗഡ് പോലുള്ള സ്ഥലങ്ങളില് അവരെ ബോധവൽക്കരിച്ചുകൊണ്ട് അവർക്ക് അവരുടെ ആവശ്യങ്ങളെ നിർവഹിക്കുന്നതിനുള്ള ആ വിദ്യാഭ്യാസമില്ലാത്ത മേഖലയിൽ വിദ്യാഭ്യാസം കൊടുക്കുന്നു. ഇന്ന് ഈ സമരം ചെയ്യുന്ന പ്രദേശത്ത് തന്നെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കി അറിയാം എത്ര മതസ്ഥാപനങ്ങൾ ഇന്ന് തൃശ്ശൂരിലുണ്ട്. ഇവിടെ നോക്കൂ, ജൂബിലി മിഷൻ ആശുപത്രി, ഇങ്ങോട്ട് തിരിഞ്ഞാൽ ഇവിടെ അമല ആശുപത്രി, ഇവിടെ സെന്റ് തോമസ് കോളേജ്, അപ്പുറത്ത് സെന്റ് മേരീസ് കോളേജ്, ഇവിടെ തരകൻസ് സ്കൂളെങ്കിൽ അവിടെ നവജ്യോതി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. അങ്ങനെ തലങ്ങും വിലങ്ങും തൃശ്ശൂരികൾ ഈ സമരം ചെയ്യുന്ന പ്രദേശത്ത് തന്നെ ക്രിസ്ത്യാനികളുടെ സ്ഥാപനങ്ങൾ പൊതുസമൂഹത്തിന് സംഭാവന ചെയ്യുകയും ആ സംഭാവനകളെല്ലാം പറ്റിക്കൊണ്ട് അവരെ അടിച്ചമർത്തുന്ന BJPയുടെയും RSSന്റെയും സംഘപരിവാറിന്റെയും ഇത്തരത്തിലുള്ള ചൂതാട്ടം ഇവിടെ നടക്കില്ല എന്ന് മഹിളാ കോൺഗ്രസ് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ജില്ലാ പ്രസിഡന്റും KPCC അംഗവുമായ ലീലാമ്മ ടീച്ചർ, സ്വാഗതം പറഞ്ഞ ലാലി ജെയിംസ്, വൈസ് പ്രസിഡന്റായ ഷീന ചന്ദ്രൻ, സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി സ്മിത മുരളി, മറ്റിവിടെ എത്തിയിരിക്കുന്ന ജില്ലാ ജനറൽ സെക്രട്ടറിമാരെ, കൗൺസിലർമാരെ, സ്നേഹമുള്ള സെക്രട്ടറിമാരെ, സഹോദരിമാരെ, നമ്മൾ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ വളരെ വിശദമായി സംസാരിച്ചു. എന്തിനാണ് ഇന്ന് നമ്മളിങ്ങനെ ഒരു സമരം നടത്തുന്നതെന്ന്. ഇന്ന് നമ്മുടെ സംസ്ഥാനമൊട്ടാകെ മഹിളാ കോൺഗ്രസ് എല്ലാ ജില്ലകളിലും ഇന്ന് ഇതുപോലെയുള്ള സമരം നടത്തി വരികയാണ്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അറസ്റ്റ് ചെയ്ത വിവരം നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. അതിനെതിരെയാണ് നമ്മളിന്നിവിടെ. അവർക്ക് ജാമ്യം കൊടുക്കണം. ഇതുപോലെയുള്ള സംഭവങ്ങൾ നമ്മുടെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ഇങ്ങനെയുള്ള പെരുമാറ്റങ്ങൾ മാറ്റി നിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ സമരം നടത്തുന്നത്. ഈ സമരത്തിനെത്തിയ എല്ലാവർക്കും തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് ഏറ്റവും ബഹുമാനിയായ സംസ്ഥാന സെക്രട്ടറി
ഏറ്റവും സ്വയം ഒരു തരി പോലും ലാഭം നോക്കാതെ മദർ തെരേസയെ പോലെയുള്ള ഒരുപാട് ആളുകൾ, കുഷ്ഠരോഗികളായിട്ടുള്ള ആളുകളെ ആർക്കും വേണ്ടാതെ തെരുവുകൾ വലിച്ചെറിഞ്ഞിട്ടുള്ള കുഷ്ഠരോഗികളായിട്ടുള്ള ആളുകളെ പോലും ശുശ്രൂഷിച്ചുകൊണ്ട് നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന, വലിയ രീതിയിലുള്ള സേവനം ചെയ്യുന്ന, വലിയ മഹത്വമുള്ള ദൈവത്തിന്റെ പരിവേഷമുള്ള ആളുകളാണ് നമ്മളൊക്കെ സിസ്റ്റേഴ്സ് എന്നും കന്യാസ്ത്രീകളെന്നൊക്കെ വളരെ ബഹുമാനത്തോടുകൂടി അവരെ കാണുന്നത്. അങ്ങനെയുള്ള ആളുകൾ ഇപ്പോഴും നിസ്വാർത്ഥമായിട്ടുള്ള സേവനത്തിന്റെ ഭാഗമാണ് ആദിവാസിയിൽപ്പെട്ട ആളുകളെയൊക്കെ അവരുടെ ജീവിത സൗകര്യങ്ങളൊക്കെ ഉയർത്താനായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ജോലിക്കും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ടാണ് റെയിൽവേ സ്റ്റേഷനിൽ ഇവരുടെ കൂടെ 2 സ്ത്രീകളും ഒരു പുരുഷനും ഉണ്ടായിട്ട് കടന്നു വന്നത്. അവിടേക്ക് കടന്നു വന്നുകൊണ്ട് നമുക്കറിയാം, RSS എന്ന് പറയുന്ന ഈ രാജ്യം നിരോധിക്കേണ്ട സംഘടനയായ RSSന്റെ ഘടകകക്ഷിയായിട്ടുള്ള വിശ്വ ഹിന്ദു പരിഷത്തിന്റെ അവരുടെ കുട്ടി വിഭാഗമായിട്ടുള്ള, അവരുടെ യൂത്ത് വിഭാഗമായിട്ടുള്ള ബജ്രംഗ് ദളിന്റെ പ്രവർത്തകരാണ്. അവരെ ഓടി വന്നുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് പോലും ഒരു സ്ത്രീയെ, ഒരു കന്യാസ്ത്രീയാണോ എന്നുള്ള പരിഗണന വേണ്ട, ഒരു മനുഷ്യ സ്ത്രീയാണ് എന്ന് പോലും ചിന്തിക്കാതെ അവരെ ദേഹോപദ്രവം ചെയ്യുന്ന വീഡിയോകൾ നമ്മൾ കാണുകയാണ്. പോലീസ് നോക്കുമുത്തിയായിട്ട് നിൽക്കുന്ന കാഴ്ച കാണുകയാണ്. അവിടെ ആരോപിക്കുകയാണ്, കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ അജണ്ട വെച്ചുകൊണ്ട് ഇവിടെ ക്രിസ്ത്യൻ വിഭാഗത്തെ ഇല്ലാതാക്കുന്നതിന്, അങ്ങനെ ക്രിസ്ത്യാനികളെ ഇല്ലാതാക്കുന്നതിന് വേണ്ട കൃത്യമായിട്ടുള്ള ഭരണഘടനയിലല്ല, അവർ വിചാരധാരയിലാണ് അവർ വിശ്വസിക്കുന്നതെന്ന്. അവരുടെ ഗോൾവർക്കർ അടക്കമുള്ള, ഗോഡ്സെ അടക്കമുള്ള മുഴുവൻ ആളുകളും വിശ്വസിക്കുന്നത് വിചാരധാരയിൽ അടിസ്ഥാനമാണ്. വിചാരധാരയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അവരുടെ ഹിന്ദുക്കളുടെ, അതായത് RSSന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ എന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ, കമ്മ്യൂണിസ്റ്റ്, ഈ 3 വിഭാഗങ്ങളെയും അവർ വലിയ രീതിയിൽ ശത്രുക്കളായിട്ട് കാണുകയാണ്. ആദ്യഘട്ടമായിട്ട് മുസ്ലിങ്ങളെ അവസാനിപ്പിക്കുന്നതിനായിട്ട് അവർ വഖഫ് ബില്ലടക്കമുള്ള പൗരത്വ ഭേദഗതി നിയമമടക്കം കൊണ്ടുവന്നുകൊണ്ട് മുസ്ലിങ്ങളെ 2ാം ദിന പൗരന്മാരാക്കി മാറ്റി നിർത്തിക്കൊണ്ട് ഇവിടെ ന്യൂനപക്ഷ പീഡനം നടത്തിയത് നമ്മളൊക്കെ കണ്ടതാണ്. അതിനുശേഷം ക്രിസ്ത്യാനികളുടെ മേലിലേക്ക് അടുത്ത ഘട്ടമായിട്ട് അവർ കൃത്യമായിട്ട് രാഷ്ട്രീയം എടുത്തിരിക്കുകയാണ്. ഈ രാജ്യത്ത് അവർ ക്രിസ്ത്യാനികളുടെ ആസ്തികളുടെ കണക്കെടുത്തത് RSSന്റെ മുഖപത്രത്തിൽ വന്നത് നമ്മൾ വായിച്ചതാണ്. കൃത്യമായിട്ട് ഇവിടെ കോൺഗ്രസ് അടക്കമുള്ളവർ പ്രതിഷേധിച്ചപ്പോഴാണ് ആ പോസ്റ്റ് അവർ മുക്കിയത്. അപ്പോ ഇവരുടെ ഏറ്റവും ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം മുസ്ലിങ്ങളെ അവസാനിപ്പിച്ച്, ക്രിസ്ത്യാനികളെ അവസാനിപ്പിച്ച് ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഒരു ഹിന്ദു രാഷ്ട്രമാക്കാനായിട്ട് ഇവിടെ BJPയും RSSും ലക്ഷ്യം വെക്കുകയാണ്. അങ്ങനെ ഇതൊരു ഹിന്ദു രാഷ്ട്രമാക്കുമ്പോ ഞാനടക്കമുള്ള ഒരു ഹിന്ദുക്കളും അത് കേട്ട് സന്തോഷിക്കേണ്ട കാര്യമില്ല. കാരണം അങ്ങനെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കുമ്പോ അവിടെ ബ്രാഹ്മണൻ വരും, അവിടെ നായർ വരും, അവിടെ ഈഴവൻ വരും, അവിടെ പാണൻ വരും, അവിടെ പുലയൻ വരും, അവിടെ ആശാരി വരും. അങ്ങനെ അപ്പോ ഹിന്ദുക്കളെ തരം തിരിച്ചുകൊണ്ട് ഇവിടെ ഉന്നത കുലജാതന്മാർക്ക് വേണ്ടിയുള്ള ഭരണം മാത്രമേ ഇവിടെ BJP കാഴ്ചവെക്കുകയുള്ളൂ എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ഈ തൃശ്ശൂരിന്റെ MP, ഇവിടുത്തെ കേന്ദ്രമന്ത്രി പറഞ്ഞത് അടുത്ത ജന്മത്തിൽ ഞാൻ ഒരു ഉന്നത കുലജാതനായിട്ട് ജനിക്കണമെന്നാണ്. ഇവിടത്തെ ഏറ്റവും കൂടുതൽ ഭരിക്കുന്ന UP അടക്കമുള്ള സ്ഥലങ്ങളിൽ ഭരിക്കുന്നത് BJP ആകുമ്പോ ആ UPയിലാണ് ഏറ്റവും കൂടുതൽ ദളിത് പീഡനങ്ങളും ദളിത് കൊലപാതകങ്ങളും നടക്കുന്നത്. ഒരു ഹിന്ദുക്കളോടും ഇവർക്കാർക്കും സ്നേഹമില്ല. ഇവിടെ ബ്രാഹ്മണർക്കും ഉന്നത കുലജാതന്മാർക്കും വേണ്ടി മാത്രമേ BJP ഭരിക്കുകയുള്ളൂ. അങ്ങനെ കുറച്ചാളുകളുടെ കയ്യിൽ മാത്രമായിട്ട് അധികാരവും ആ കുറച്ചാളുകളുടെ കയ്യിൽ മാത്രമായിട്ട് സമ്പത്തും കൈകളിൽ വെച്ചുകൊണ്ട് ഈ രാജ്യത്തെ അടിമപ്പെടുത്തിക്കൊണ്ട് ഭരിക്കാനുള്ള നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും തന്ത്രങ്ങളുടെ ഭാഗമാണ് ഇതെല്ലാം നടക്കുന്നത്. കോൺഗ്രസ് രാജ്യമൊട്ടാകെ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ ഇനി മിണ്ടാൻ പോകുന്നില്ല. ഛത്തീസ്ഗഡിൽ BJP എടുത്ത നിലപാടാണ്. അവിടെ NIR കൊണ്ട് കൃത്യമായിട്ടുള്ള നടപടിയെടുത്ത ആ വകുപ്പ് മനുഷ്യക്കടത്തും ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിട്ടിരിക്കുന്നത്. എന്നിട്ട് ഇവിടത്തെ BJP മറ്റൊരു മുഖമാണ് ഞങ്ങൾ അവിടെ അറിയിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ ക്രിസ്ത്യാനികളുടെ കൂടെയാ, ഇവിടെ ഞങ്ങൾ ക്രിസ്ത്യാനികളുടെ കൂടെയാ. അതിനുവേണ്ടി കേട്ടുകൊണ്ട് അരമനകളിലേക്ക് കയറാനായിട്ട് തയ്യാറാകുന്നു. കിരീടം കൊണ്ട് ഇവിടത്തെ അരമനകൾ കയറാനായിട്ട് ഇനിയും BJPക്കാർ വരും.
നമ്മൾ തിരിച്ചറിയേണ്ടത് ഒരൊറ്റ കാര്യമാണ്. ഇവിടെ BJPയുടെ ആത്യന്തിക ലക്ഷ്യം ഇവിടെ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും അവസാനിപ്പിക്കുന്നതിന് മാത്രമാണ്. ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് നിലകൊള്ളണമെങ്കിൽ, ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് ശക്തി പ്രാപിക്കണമെങ്കിൽ, തനിക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറയണമെങ്കിൽ, ഇവിടെ നമ്മുടെ ഫാദർ റാഫേൽ തട്ടേലടക്കം പറഞ്ഞു, ഞങ്ങൾക്ക് സഭാ വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട് റോഡിലേക്കും അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിലേക്കും ഇറങ്ങാൻ പേടിയാകുന്നു എന്ന് ഇവിടുത്തെ ഫാദേഴ്സ് വരെ പറയുന്ന അവസ്ഥയിലേക്ക് ഈ നാട് പോയിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ വലിയ രീതിയിൽ പേടിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത് ഛത്തീസ്ഗഡിലാണെങ്കിൽ നാളെ ഈ കേരളത്തിലും ഇതൊക്കെ ചെയ്യാനായിട്ട് BJPക്കും RSSനും യാതൊരു മടിയും ഉണ്ടാകില്ല. ഇവിടെ നമ്മൾ കൃത്യമായിട്ട് ഇവിടെ ന്യൂനപക്ഷങ്ങളോ ഭൂരിപക്ഷത്തിലെ ന്യൂനപക്ഷങ്ങളോ ഒന്നുമില്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇവിടെ ഭരണഘടന നിലനിന്ന് കാണാൻ, ഭരണഘടനയിലെ ആർട്ടിക്കിൾ 21 പ്രകാരവും ആർട്ടിക്കിൾ 25 പ്രകാരവും ആർട്ടിക്കിൾ 19 പ്രകാരവും ഇവിടെ മനുഷ്യന് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനും അവന്റെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കാനോ അവന്റെ സഞ്ചാര സ്വാതന്ത്ര്യം ഇവിടെ തടസ്സപ്പെടുത്താനോ അവന് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാനോ അവന് ഇഷ്ടപ്പെട്ട മതം സ്വീകരിക്കാനോ മതമില്ലാതെ പ്രവർത്തിക്കാനോ അങ്ങനെ ഒരു മനുഷ്യന്റെ ഒരു ആവശ്യങ്ങളും നിഷേധിക്കാൻ പാടില്ല എന്ന ഭരണഘടന ഈ നാട്ടിൽ നിലനിന്ന് കാണാൻ സോഷ്യലിസവും മതേതരത്വവും ഈ നാടിന് ആവശ്യമാണ് എന്ന് നമ്മളൊക്കെ വാദിക്കുമ്പോ RSSന്റെ സത്യമൂർത്തിയാണ് പറഞ്ഞത്, സോഷ്യലിസവും അതുപോലെ തന്നെ മതേതരത്വവും ഈ രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്ന് എടുത്തു കളയണമെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെയൊക്കെ പിന്നിലെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഈ രാജ്യം ഭരിക്കുന്ന മന്ത്രിമാരാണ് പറഞ്ഞത് ഇവിടെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ പാകിസ്ഥാനിലേക്കും ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾ ഇസ്രായേലിലേക്കും പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിൽ അവർ ചിന്തിക്കുന്ന ലക്ഷ്യം ഒന്ന് തന്നെയാണ്. നമുക്കൊക്കെ അറിയാം, ഗാന്ധിയെ ഇവർ വധിച്ചത് ഗാന്ധി എന്ന് പറയുന്ന വ്യക്തിയെയല്ല, ഗാന്ധി മുന്നോട്ട് വെച്ച ആശയങ്ങളാണ്. എന്തുകൊണ്ടാണ് ഗോൾവർക്കർ പറഞ്ഞത്, എന്തുകൊണ്ടാണ് ഗാന്ധിയെ അറസ്റ്റ് ചെയ്തത് എന്ന് ചോദിച്ചപ്പോ ഗോൾവർക്കർ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഹിന്ദുക്കളായിട്ടുള്ള സഹോദരങ്ങളോട് അന്യമതത്തിൽപ്പെട്ട ആളുകളെ ആക്രമിക്കാൻ പറയുമ്പോ ഗാന്ധി അഹിംസ കൊണ്ട് ഇവരെയെല്ലാം മാറ്റിയെടുക്കാൻ ശ്രമിച്ചപ്പോ ആ ഗാന്ധിസത്തെയാണ് ഞങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചത്. അങ്ങനെ ഞങ്ങൾ ഹിന്ദുക്കൾ മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും ചേർത്ത് നിർത്തില്ല എന്ന BJPയുടെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ തന്ത്രം മാറ്റിക്കൊണ്ട് ഇവിടെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഇവിടെ BJP എന്ന് പറയുന്ന RSS എന്ന് പറയുന്ന അവരുടെ പല പേരുകളിൽ ബജ്രംഗദളായിട്ട് വരും, ശിവസേനയായിട്ട് വരും, അല്ലെങ്കിൽ ഹനുമാൻ സേനയായിട്ട് പല പേരുകളിൽ കടന്നു വന്നുകൊണ്ട് നമ്മളെ എല്ലാവരും വർഗീയമായിട്ട് ചിഹ്നിപ്പിക്കുന്ന അവരെ ഈ നാട്ടിൽ നിന്ന് തുടച്ചു നീക്കണമെങ്കിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഈ പൊതുനിരത്തുകളിൽ വരണം. ഇനി ഒരാൾക്ക് നേരെ പോലും ഒരു ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞ് ഇവരൊന്നും വിരൽ ചൂണ്ടാനായിട്ടുള്ള നടപടിയെടുക്കാതിരിക്കണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ടുള്ള നിലപാടെടുക്കണം. ഈ തൃശ്ശൂരിന്റെ MP കേന്ദ്രമന്ത്രി നമുക്കൊക്കെ അറിയാം, ഇവിടെ കേക്ക് കൊണ്ടും ഇവിടെ മാതാവിന്റെ അടുത്ത് കിരീടം കൊണ്ടൊക്കെ വന്നിട്ടില്ല. ഇവിടത്തെ കേന്ദ്രമന്ത്രി വാത്തുറക്കാൻ തയ്യാറായിട്ടില്ല. ഇവിടത്തെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയോ ഈ കേരളത്തിലെ ആളുകൾക്ക് വേണ്ടിയോ ഈ ഒരു നടപടി ഉണ്ടായപ്പോ അവർക്കെതിരെ വാത്തുറക്കാൻ തയ്യാറായിട്ടില്ല. ഇങ്ങനെ ഒരു ചെറിയ വിഷയം ഇവിടെ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ കൃത്യമായിട്ട് നിലപാടെടുത്തപ്പോ നമ്മുടെ MP-മാർ മുഴുവൻ പാർലമെന്റിന്റെ പുറത്ത് ശക്തമായിട്ടുള്ള സമരങ്ങൾ എടുത്തപ്പോഴാണ് ഇവിടെ നരേന്ദ്രമോദി അടക്കമുള്ള ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇതിനെ പുനർവിചാരണ ചെയ്യാനായിട്ട് തയ്യാറായിട്ടുള്ളത്. ഇവിടെ ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ മാത്രമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ഈ നാട്ടിൽ വെറുപ്പിന്റെ രാഷ്ട്രീയം ഉണ്ടാക്കാൻ പറ്റില്ല. ഇവിടെ സ്നേഹത്തിന്റെ കട മാത്രമേ തുറക്കാൻ പറ്റുള്ളൂ. ഇവിടെ സ്നേഹത്തിന്റെ കട തുറക്കാൻ മാത്രമായിട്ട് നമ്മളെല്ലാവരും ഒറ്റവാക്കായിട്ട് നിൽക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധ സമരം ഇതൊരു തുടക്കം മാത്രമാണ് എന്നാണ് പറയാനുള്ളത്. കാരണം ഇവർക്ക് ജാമ്യം കിട്ടിക്കൊണ്ട് എല്ലാവർക്കും തുല്യനീതി നടപ്പിലാക്കുന്നതുവരെ ഇനിയും ശക്തമായിട്ടുള്ള സമരങ്ങളുമായിട്ട് കോൺഗ്രസും മഹിളാ കോൺഗ്രസും ഒക്കെ ഇവിടെ തെരുവുകളിൽ ഉണ്ടാകുമെന്ന് മാത്രം ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഔപചാരികതയുടെ പേരിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ജയ് മഹിളാ കോൺഗ്രസ്. സംഭവമല്ല. 1995
മധ്യപ്രദേശിൽ റാണി മരിയായെ പട്ടാപ്പകൽ കുത്തിമലർത്തിയത് നമ്മൾ മറന്നിട്ടില്ല. അത് വർഗീയതയുടെ പേരിൽ മാത്രമായിരുന്നു. എന്നിട്ടും കാലങ്ങൾക്ക് ശേഷം ആ റാണി മരിയയുടെ മാതാപിതാക്കൾ ഈ കൊലപാതകിയോട് ക്ഷമിച്ചു എന്നതാണ് അവരുടെ മനുഷ്യത്വം അല്ലെങ്കിൽ ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത്. ഇതുപോലുള്ള ഒത്തിരി സംഭവങ്ങൾ ഫാദർ ക്രിസ്തുദാസിനെ നടുറോഡിൽ കൂടി പൂർണ്ണ നഗ്നനായി നടത്തിയ സംഭവം നമ്മൾ മറന്നിട്ടില്ല. അതും വർഗീയതയുടെ പേരിൽ തന്നെയായിരുന്നു. ഉത്തരേന്ത്യയിൽ ഗജറൗളിൽ കന്യാസ്ത്രീകളെ കൂട്ടത്തോടെ ബലാത്സംഗം ചെയ്തു. അതും നമ്മൾ മറന്ന സംഭവങ്ങളല്ല. അതുപോലെ മധ്യപ്രദേശ് ഭോപ്പാലിൽ MMV പ്രദേശ് താമസിക്കുന്ന ആശ്രമം കൊള്ളയടിക്കുകയും അവർ കുടിക്കുന്ന ജലത്തിൽ കൊടും വിഷം വിതറുകയും ചെയ്ത കാര്യങ്ങളൊന്നും നമ്മൾ മറന്നിട്ടില്ല. ഇങ്ങനെയുള്ള നിരവധിയായ, അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ നടന്ന ഈ സംഭവം ഒറ്റപ്പെട്ട സംഭവമല്ല. കൂട്ടത്തോടെ വളരെ ആലോചനയോടുകൂടി ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുക, മുസ്ലിംസിനെയും ക്രിസ്ത്യൻസിനെയും ആക്രമിക്കുക എന്ന ഭരണഘടനാ വിരുദ്ധമായ പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇവിടെ സ്വപ്നം സൂചിപ്പിച്ചതാണ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19 മുതൽ 28 വരെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാം. അവിടെ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, ഇഷ്ടമുള്ളിടത്ത് ജീവിക്കാം, ഇഷ്ടമുള്ളിടത്ത് സഞ്ചരിക്കാം, ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം, ആ മതം പ്രചരിപ്പിക്കാം, ആ മതത്തിൻ്റെ ആചാര അനുഷ്ഠാനങ്ങളെ നമുക്ക് ഉൾക്കൊള്ളാനും അത് ആചരിക്കുവാനുള്ള അവകാശം ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ കൂടി ഭരണഘടനയിൽ കൂടി നമുക്ക് തന്നിട്ടുണ്ട്. ഭരണഘടന എന്ന് പറയുന്നത് B.R. അംബേദ്കറിൻ്റെ ഒപ്പമുള്ള അദ്ദേഹം അധ്യക്ഷനായിട്ടുള്ള ഏറ്റവും വലിയ ഇന്ന് നമ്മൾ ബഹുമാനിക്കുന്ന ഒരു ഭരണഘടനയാണ്. ഈ ഭരണഘടനയാണ് ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന BJP ഗവൺമെൻറ് തച്ചുടച്ചിരിക്കുന്നത് എന്ന സത്യം നമ്മൾ മറക്കരുത്. നമുക്കറിയാം, ഇലക്ഷൻ വരുമ്പോൾ, തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അരമനയിൽ കയറി കേക്ക് കൊടുത്തുകൊണ്ടും അല്ലെങ്കിൽ മാതാവിന് സ്വർണ്ണക്കിരീടവും വെച്ച് പോകുന്ന ആ ക്രിസ്ത്യാനി സ്നേഹം നമ്മൾ കണ്ടതാണ്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, മണിപ്പൂരിൽ ക്രിസ്ത്യാനികളെ ജീവനോടെ ചിട്ടരിച്ചപ്പോൾ ഈ ക്രിസ്ത്യാനി സ്നേഹം എവിടെ പോയി എന്ന് ഞാൻ ചോദിക്കുകയാണ്. അതുപോലെ അവിടെയുള്ള ആരാധനാലയങ്ങൾ, പള്ളികൾ തച്ചുടച്ചപ്പോൾ, മാതാവിൻ്റെ പ്രതിമ തകർത്തപ്പോൾ, അവിടെ സ്ത്രീകളെ നഗ്നരാക്കി റോഡിൽ കൂടി നടത്തിയ ശേഷം അവരെ ലൈംഗികമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയപ്പോൾ ഈ ക്രിസ്ത്യാനി സ്നേഹം എവിടെ പോയി? അമിത്ഷായുടെയും അതുപോലെ നരേന്ദ്രമോദിയുടെയും നമ്മുടെ ഇവിടുത്തെ പ്രിയപ്പെട്ട MP സുരേഷ് ഗോപിയുടെയും ക്രിസ്ത്യാനി സ്നേഹം എവിടെ പോയി എന്ന് നമ്മൾ ആലോചിക്കണം. പ്രിയമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ എനിക്ക് മുൻപ് സംസാരിച്ചവരെല്ലാം പറഞ്ഞതുപോലെ ഈ രാജ്യം എന്ന് പറയുന്നത് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന ഒരു നാടാണ്. പള്ളിമണികളും ബാങ്ക് വിളികളും ചങ്കുവിളികളും മുഴങ്ങുന്ന ഒരു ഐക്യഭാരതത്തെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിഭാവനം ചെയ്യുന്നത്. കാരണം ജനാധിപത്യത്തിന് മതേതരത്വം എന്ന് പറയുന്നത് സ്വർണത്തിന് സുഗന്ധവും എന്ന പോലെ ചാരുത നൽകുന്നതാണ്. അതിലേറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ലോകത്തിലെ ഏറ്റവും ജനാധിപത്യ പാർട്ടി എന്ന് പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ന് ഈ ജനാധിപത്യത്തെയും മതേതരത്തെയും കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വന്നിരിക്കുന്നു. നമുക്കറിയാം, ഈ സംഭവം നടന്നപ്പോൾ തന്നെ നമ്മുടെ നേതാക്കന്മാർ, ബെന്നി ബെഹനാൻ മുതൽ റോഷി അഗസ്റ്റിൻ, അങ്ങനെയുള്ള നമ്മുടെ എല്ലാ നേതാക്കന്മാരും അവിടെ എത്തി. പക്ഷേ നമ്മൾ ആലോചിക്കണം, ഈ സുരേഷ് ഗോപി എവിടെ പോയി എന്ന് നമ്മൾ. അതുകൊണ്ട് എനിക്ക് പറയാനോട് ഇപ്പോഴും ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇനി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിങ്ങൾ അരമനയിൽ കയറി കേക്ക് കൊടുത്തതുകൊണ്ടോ അല്ലെങ്കിൽ മാതാവിന് കിരീടം വെച്ചതുകൊണ്ടോ ഇനി ഓശാനയ്ക്ക് പള്ളിയിൽ പോയി കുരുത്തോല പിടിച്ചിങ്ങനെ നിന്നതുകൊണ്ടോ വേണ്ട. കുരിശിൽ കയറിക്കിടന്ന് എന്നാ പറയാ, കയറിക്കിടന്നാൽ പോലും ഈ തൃശ്ശൂരിൻ്റെ മണ്ണിലിനി BJPക്കോ സുരേഷ് ഗോപിക്കോ സ്ഥാനമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാനായിട്ട്, മഹിളാ കോൺഗ്രസ് ഉറക്കെ പ്രഖ്യാപിക്കാനായിട്ട് ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. എന്തായാലും ഛത്തീസ്ഗഡിലെ സംഭവം BJP ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഛത്തീസ് ഗവൺമെൻറ്റിൻ്റെ എന്താ പറയുക, ശവപ്പെട്ടിയിൽ ആഞ്ഞടിക്കുന്ന മുള്ളാണികൾ ആയിരിക്കും എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.